അഡ്വക്കേറ്റ് സാജിദ് ബാബു, ഈ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറാണ് പ്രധാന ഘടകമാവുക എന്ന വിലയിരുത്തൽ നിങ്ങൾക്കുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഈ തരത്തിൽ രണ്ട് മുന്നണിയിൽ നിന്നും വോട്ട് സമ്പാദിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണോ ഈ അവസാന മണിക്കൂറിലുള്ളത്? PV അൻവർ ജയിക്കില്ല, പക്ഷേ ആരുടെയെങ്കിലും പരാജയത്തിന് പ്രധാന ഹേതുവാകും എന്ന വിലയിരുത്തലാണ് രണ്ട് മുന്നണികളും നടത്തുന്നത്. ഈ നിമിഷം ഇപ്പോൾ ഈ അവസാന ദിവസം എന്താണ് പറയാനുള്ളത്? രണ്ട് മുന്നണികളുടെയും അസ്ഥാനത്താക്കിക്കൊണ്ട് PV അൻവർ നിലമ്പൂരിൽ ജയിക്കും. നിലമ്പൂരിലെ മത്സരം പിണറായിസവും നിലമ്പൂരിലെ ജനങ്ങളും തമ്മിലുള്ള മത്സരമാണ്. അതിൽ വലിയ തോതിലുള്ള അടിയൊഴുക്കുകൾ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലാകെ ദൃശ്യമാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാത്രവുമല്ല, ഈ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം ഉയർത്തിയിട്ടുള്ള വിഷയങ്ങളാണ് ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഒരു മലയോര പ്രദേശമാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ നിയോജക മണ്ഡലത്തെ ബാധിക്കുന്ന വന്യജീവി പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഈ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ PV അൻവർ രാജിവെച്ച് ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് തന്നെ ഈ വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളതിൻ്റെ ഒരു ഉദ്ദേശത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ്. ആ ഉദ്ദേശം കൃത്യമായി ഇവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇവിടെ ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയും PDPയും അല്ല ഈ നാട്ടിലെ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ PV അൻവർ ആദ്യം ഉന്നയിച്ച വിഷയങ്ങൾ, PV അൻവർ ആദ്യം പറഞ്ഞ വിഷയം, ആദ്യം ആരെയാണ് നേരിടുന്നത്? പിണറായി വിജയനെതിരെയാണ്. P ശശിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. പോലീസും RSSും തമ്മിലുള്ള ബന്ധം പറഞ്ഞു. അങ്ങനെയാണല്ലോ അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കുന്നത്. പിണറായി സത്തിനെതിരായ വിധിയെഴുത്താകും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുകയും പിന്നീട് അത് VD സതീശിലേക്ക് മാറ്റിവെക്കുകയുമായിരുന്നല്ലോ. അപ്പോൾ പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ നേതാവിനെയും മുഖ്യമന്ത്രിയെയും ഒരുപോലെ ആക്രമിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു വിഷയം ഉന്നയിക്കാൻ കഴിയുക? അത് യഥാർത്ഥത്തിൽ PV അൻവറിന് ഒരു ഫോക്കസ് ഇല്ല എന്ന വിലയിരുത്തലിലേക്കാണ് എത്തിക്കുന്നത്. അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ശ്രീ VD സതീശനാണ്. ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹം രാജിവെച്ചുകൊണ്ട് ഒരിക്കൽ പോലും അദ്ദേഹം മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് PV അൻവർ പിന്നിലാണെന്ന് നിങ്ങളിൽ പല മാധ്യമങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു. എന്തുകൊണ്ടാണ് കാരണം? ഞങ്ങൾ 31-ാം തീയതി വരെ ഞങ്ങൾ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. 1-ാം തീയതി വരെ ഞങ്ങൾ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഒരു പ്രത്യേക സാഹചര്യം, പിണറായി സത്തിനെതിരായി വലിയൊരു ജനവിധി ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചവരാണ് ഞങ്ങൾ. നിർഭാഗ്യവശാൽ ഈ UDFന്റെ ചില നേതാക്കളുടെ തെറ്റായ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു മത്സരം നടന്നിട്ടുള്ളത്. പക്ഷേ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്കാകെ അറിയാം ഈ വിഷയങ്ങളാകെ ഉയർത്തിക്കൊണ്ടുവന്നത് ആരാണ്, ഈ വിഷയങ്ങളിൽ PV അൻവർ എടുക്കുന്ന നിലപാടെന്താണ്, അതേപോലെ തന്നെ ഈ UDF എടുക്കുന്ന നിലപാടെന്താണ് എന്നുള്ളത് ഈ നാട്ടിലെ ജനം തിരിച്ചറിയുന്നുണ്ട്. ആരാണ് കൃത്യമായി പിണറായി സത്തിനെതിരായിട്ട് പോരാടുന്നത് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഇതിൽ യാതൊരു കാപട്യവും PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹം നേതൃത്വം നൽകുന്ന മുന്നണിയെ സംബന്ധിച്ചിടത്തോളമോ ഇല്ല. മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളമാണ് ഈ കാര്യങ്ങളിൽ മെല്ലെപ്പോക്കുണ്ടായിട്ടുള്ളത്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം UDFനാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശരി, അപ്പോൾ UDFനാണോ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുക? അപ്പുറത്തെ പിണറായി സത്തിനെതിരെയാണ് പോരാട്ടം എന്ന് പറയുക. അപ്പോൾ എന്തിനാണ് രാജിവെച്ചത് എന്നൊരു വിഷയമുണ്ടല്ലോ. രാജിവെച്ച വിഷയം ഊന്നിക്കൊണ്ടാണ് തിരഞ്ഞെടുപ്പിലേക്ക് നിങ്ങൾ കടക്കുന്നത്. ബാക്കിയുള്ള വിഷയങ്ങൾ അവിടെ കടന്നു വരുന്നു. അപ്പോൾ ആരാണ് നിങ്ങളുടെ മുഖ്യ ശത്രു? ഞങ്ങളുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് പിണറായിസമാണ്. ആ പിണറായിസത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് കാര്യങ്ങളാകെ അറിയാം. ഈ നാട്ടിലെ ജനങ്ങളോട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി PV അൻവറിന്റെ പ്രസ്ഥാനവും ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആരാണ് ഇത്തരത്തിലുള്ള ഒരു വികലമായ കാഴ്ചപ്പാട് ഇത് സംബന്ധിച്ച് രൂപപ്പെടുത്തിയതെന്നും ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾ അൻവറിന്റെ പിന്നാലെ അണിനിരക്കുന്നത്. പക്ഷേ അൻവർ ഈ നാടിനെ ചതിച്ചു എന്നാണ് മുഖ്യമന്ത്രി അടക്കം ഇവിടെ ക്യാമ്പ് ചെയ്ത് നിലമ്പൂർ ജനതയോട് പറഞ്ഞിട്ടുള്ളത്. സാജിദ് ബാബു, 2021 ഈ നാട്ടിലെ ജനത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ നൽകി ഈ നിൽക്കുന്ന സമയത്ത് ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളെ മുഖ്യമന്ത്രിയാണ് വഞ്ചിച്ചത്. അദ്ദേഹം ഈ മലപ്പുറം ജില്ലയെ
കൂടുതൽ കേസുകളുള്ള ഒരു ജില്ലയാക്കി മാറ്റി തീർക്കുന്നതിന് വേണ്ടി സുജിത് ദാസ് എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥന് 3.5 വർഷക്കാലത്തോളം കാലാവധി ഇവിടെ കൊടുത്തിട്ടുള്ളത് പിണറായി വിജയനാണ്. ഹിന്ദു പത്രത്തിന് അഭിമുഖം നൽകിക്കൊണ്ട് മലപ്പുറം ജില്ല ഒരു ക്രിമിനലുകളുടെ പ്രദേശമാണെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുന്നത് ചെയ്തിട്ടുള്ളത് പിണറായി വിജയനാണ്. അങ്ങനെ ഏതെല്ലാം തരത്തിലാണോ ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുന്നത്, അതേപോലെ തന്നെ നിലമ്പൂർ സാജിദ് ബാബു PV അൻവറിന് തെളിയിക്കാനായി എന്തൊക്കെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചു? മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട, P ശശിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ആരോപണങ്ങൾ നിങ്ങൾക്ക് തെളിയിക്കാനായി സാജിദ് ബാബു? PV അൻവർ വിജിലൻസ് സംവിധാനമല്ലല്ലോ. PV അൻവർ പരാതി കൊടുത്തു. വിജിലൻസ് സംവിധാനമല്ല ഞാൻ പറയുന്നത്, തെളിവുകൾ ഇതാ എന്ന് പറഞ്ഞാണല്ലോ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം. അപ്പോൾ അങ്ങനെ ശക്തമായ തെളിവുകൾ നിരത്തണമല്ലോ. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എവിടെ? ആ അന്വേഷണം എവിടെ എത്തി? അതേപോലെ തന്നെ വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ച ADGPയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിജിലൻസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ പ്രഹസനം എവിടെ എത്തി? ഈ കാര്യങ്ങളെല്ലാം പരാതി കൊടുക്കുമ്പോഴും മുഖ്യമന്ത്രിയോട് പറയുമ്പോഴും ഞങ്ങൾ ഇതിന്റെ നിജസ്ഥിതി പുറത്തു വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. മറിച്ച് അന്വേഷണത്തെ അട്ടിമറിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയും ഈ ഭരണ നേതൃത്വവും സ്വീകരിച്ചത് എന്നുള്ളത് ഞങ്ങൾക്ക് പറയാൻ കഴിയും. അല്ലാതെ എല്ലാ തെളിവുകളും, തങ്ങളുടെ പക്കലുള്ള എല്ലാ തെളിവുകളും ഹാജരാക്കിയിട്ടും ശരി, ഞാനൊരു സംശയം സാജിദ് ബാബു, ശരി, നിരവധി വിഷയങ്ങൾ നിങ്ങൾ വാർത്താ സമ്മേളനങ്ങൾ ഉന്നയിച്ചു, ശരി തന്നെ. പക്ഷേ എന്തിന് PV അൻവറിനെ നിലമ്പൂർ ഇനി തിരഞ്ഞെടുക്കണം? കാരണം അദ്ദേഹം പറയുന്നു, അദ്ദേഹം സർക്കാരുമായി CPM-മായി തെറ്റിയ ശേഷം രാജിവെക്കും മുൻപ് തന്നെ തൻ്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും സർക്കാർ ചെയ്യുന്നില്ല, ഒരു പദ്ധതികളും അങ്ങോട്ട് തരുന്നില്ല, തൻ്റെ മണ്ഡലത്തെ പൂർണ്ണമായും അവഗണിക്കുകയാണ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 7 മാസം ഇനി വിജയിച്ച് PV അൻവറിനെ അങ്ങോട്ട് നിയമസഭയിലേക്ക് എത്തിച്ചിട്ടും എന്ത് കാര്യം? ഒന്നും കിട്ടില്ല. ആ പ്രതികാരം തുടരില്ലേ? അൻവർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രമല്ലല്ലോ രാജിവെക്കുന്നത്. അൻവർ രാജിവെക്കുന്ന വിഷയങ്ങൾ എന്തെല്ലാമുണ്ട്? മലപ്പുറം ജില്ലയിലെ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ പോലീസിലെ സംഖ്യവൽക്കരണം, അങ്ങനെ അതേപോലെ തന്നെ വന്യജീവി പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ അൻവർ ഈ സമൂഹത്തിന്റെ മുമ്പാകെ ഉയർത്തിയിട്ടുണ്ട്. ആ ഉയർത്തിയ വിഷയങ്ങൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് അൻവറിന്റെ മിടുക്കാണ്. ഇല്ലെങ്കിൽ ഇവിടുത്തെ ഇടതു വലത് മുന്നണികൾ ഈ വിഷയം ചർച്ച ചെയ്യുമോ? ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലും കേരളത്തിലാകെയും കാതലായ ഇത്തരം പ്രശ്നങ്ങൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് അൻവർ രാജിവെച്ചത്. വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ച ശേഷം ഞാൻ അടുത്ത അതിലേക്ക് പോകുന്നു. സാജിദ് ബാബു, ഇതൊക്കെ നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ആത്യന്തികമായി ഈ 9 വർഷം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച CPM-ന്റെ ഭാഗമായി തന്നെ പ്രവർത്തിച്ച PV അൻവറിന് CPM-ൽ നിന്നും ഒരാളെയെങ്കിലും അടർത്തിയെടുക്കാൻ കഴിഞ്ഞോ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ ആത്യന്തികമായി സ്വാധീനിക്കേണ്ടത് അൻവർ ഇടപെട്ടിരുന്ന മേഖലയിലാണ്. അവിടെ നിന്ന് ഒരാളെയെങ്കിലും അടർത്തി മാറ്റാൻ കഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്താണ് അൻവറിനുള്ള ഈ ആത്മവിശ്വാസം? ഒട്ടേറെ CPIM-ന്റെ അനുഭാവികളും പ്രവർത്തകരും അൻവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒട്ടേറെ ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായി ആ കാര്യങ്ങൾ ബോധ്യപ്പെടും. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.